ആദ്യം നമുക്ക് പ്രൈസ് ഇഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. എന്താണ് പ്രൈസ് ഇഫക്റ്റ്? ദ പ്രൈസ് ഇഫക്റ്റ് ഷോസ് ദ ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് ഡ്യൂ ടു പ്രൈസ് ചേഞ്ച്. പ്രൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദി ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് ഡ്യൂ ടു പ്രൈസ് ചേഞ്ച്. പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഒരു ഗുഡിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതിനെയാണ് പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇറ്റ് ഷോസ് ദി ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് ഡ്യൂ ടു എ പ്രൈസ് ചേഞ്ച്. A fall in the price of a commodity leads to an increase in the quantity purchased and a rise in the price leads to a decrease in the quantity demanded. കമ്മോഡിറ്റിൻ്റെ പ്രൈസിൽ എന്തെങ്കിലും കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടും. അതുപോലെ കമ്മോഡിറ്റിൻ്റെ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കുറയുകയും ചെയ്യും അല്ലേ. എ ഫോൾ ഇൻ ദി പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ദി ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ആൻഡ് എ റൈസ് ഇൻ പ്രൈസ് ലീഡ്സ് ടു എ ഡിക്രീസ് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. സോ ദ പ്രൈസ് ഇഫക്റ്റ് ഈസ് ഷോൺ ഇൻ ദിസ് ഡയഗ്രാം അല്ലേ. ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അതിൽ പ്രൈസ് ഇഫക്റ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ പ്രൈസ് ലൈൻ തന്നിട്ടുള്ളത് PL, അതുപോലെ PL1 അല്ലേ. PL എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസ് ലൈൻ ആണ്. ഇപ്പോൾ പ്രൈസും അതുപോലെ പ്രൈസ് ലൈനും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ്, ഒറിജിനൽ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? എ എന്നുള്ള പോയിന്റ് ആണ് അല്ലേ. സോ ദ കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് എ ഓൺ ഇൻഡിഫറൻസ് കർവ് IC1. ഇപ്പോൾ പ്രൈസ് കമ്മോഡിറ്റി എക്സിൻ്റെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കമ്മോഡിറ്റി വാങ്ങും. അപ്പോൾ അത് OL നിന്ന് OL1 എമൗണ്ട് വാങ്ങാൻ കഴിയും. അപ്പോൾ പ്രൈസ് ലൈൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. പ്രൈസ് ലൈൻ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇൻഡിഫറൻസ് കർവ് IC2. അപ്പോൾ പുതിയൊരു കൺസ്യൂമർ ഇക്വിലിബ്രിയം കിട്ടി. സോ എ ഫോൾ ഇൻ ദി പ്രൈസ് ഓഫ് എക്സ് ഹെൽപ്സ് ദ കൺസ്യൂമർ ടു ബൈ മോർ ഓഫ് എക്സ് അലോങ് വിത്ത് ദി സെയിം ക്വാണ്ടിറ്റി ഓഫ് വൈ. കമ്മോഡിറ്റി എക്സ് കൂടുതലും വാങ്ങാം, കമ്മോഡിറ്റി വൈൻ്റെ പ്രൈസിൽ ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് സെയിം വൈ തന്നെ വാങ്ങുന്നത് അല്ലേ. സെയിം, അതായത് ആദ്യമുള്ള ഒറിജിനൽ പ്രൈസ് ലൈനും ഇപ്പോഴുള്ള പ്രൈസ് ലൈനും വരുന്നത് എവിടെ നിന്നാണ്? P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ്. ഇപ്പോൾ കമ്മോഡിറ്റി വൈ അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ കമ്മോഡിറ്റി എക്സ് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ കഴിയും. So a fall in the price of X helps the consumer to buy more of X along with the same quantity of Y. The price effect is shown by the movement from point A to B. Since B is on a higher indifference curve, the consumer enjoys a higher level of satisfaction. ഇപ്പോൾ പ്രൈസ് ഇഫക്റ്റ് കാണിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഡയഗ്രത്തിൽ കാണിക്കാം അല്ലേ. എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്തു അല്ലേ. നമ്മുടെ ഡയഗ്രത്തിൽ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഇഫക്റ്റിനെയാണ് പറയുന്നത് പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബി ഹയർ ഇൻഡിഫറൻസ് കർവിലായതുകൊണ്ട് തന്നെ കൺസ്യൂമർക്ക് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും കിട്ടും. ഓക്കെ, ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്ന ആ മാറ്റം ഉണ്ടല്ലോ, അതാണ് പ്രൈസ് ഇഫക്റ്റ്. സോ നമ്മൾ പ്രൈസ് ഇഫക്റ്റ് പറഞ്ഞല്ലോ. ഇനി പറയാൻ പോകുന്നത് ഡീകമ്പോസിഷൻ ഓഫ് പ്രൈസ് ഇഫക്റ്റ് ഇൻ ടു ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഫോർ എ നോർമൽ ഗുഡ്, അതായത് ഹിക്സിയൻ മെത്തേഡ്. ഇപ്പോൾ പ്രൈസ് ഇഫക്റ്റിനെ ഇൻകം ഇഫക്റ്റ് എന്നും അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നും വേർതിരിക്കുക. ഡീകമ്പോസിഷൻ എന്നാൽ വേർതിരിക്കുക കേട്ടോ. ഒരു നോർമൽ ഗുഡിനെ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് അതുപോലെ ഇൻകം ഇഫക്റ്റ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹിക്സിയൻ മെത്തേഡ്, ഹിക്സ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കേട്ടോ. A change in the price of a commodity leads to a change in the quantity demanded of that commodity. ഒരു കമ്മോഡിറ്റിൻ്റെ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിലും മാറ്റം വരും അല്ലേ. എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തു എന്നതിലും മാറ്റം വരും. ഈ ഒരു മാറ്റത്തെ എന്ത് ചെയ്യാൻ കഴിയും? രണ്ട് ടൈപ്സ് ഇഫക്ട്സിലൂടെ നമുക്ക് പറയാം. ദിസ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു 2 types ഓഫ് ഇഫക്ട്സ്. ദേ ആർ ഏതൊക്കെയാണ്? ഇൻകം ഇഫക്റ്റ് അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇപ്പോൾ പ്രൈസ് ഇഫക്റ്റിനെ നമുക്ക് ഇൻകം ഇഫക്റ്റ് എന്നും അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന രീതിയിലും വേർതിരിക്കാൻ കഴിയും. ദസ് ദ പ്രൈസ് ഇഫക്റ്റ് ക്യാൻ ബി ഡീകമ്പോസ് ഇൻ ടു ആൻ ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. പ്രൈസ് ഇഫക്റ്റ് ഈസ് ഈക്വൽ ടു ഇൻകം ഇഫക്റ്റ് പ്ലസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇനി എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് ദി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് റിസൾട്ടിങ് ഫ്രം എ ചേഞ്ച് റിലേറ്റീവ് പ്രൈസ് ആഫ്റ്റർ കോമ്പൻസേറ്റിംഗ് ദി
കൺസ്യൂമർ ഫോർ ദി ചേഞ്ച് ഇൻ റിയൽ ഇൻകം. അപ്പോൾ റിയൽ ഇൻകത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ അതിനെ നോക്കാതെ നമ്മുടെ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അപ്പോൾ ഒരു കൺസ്യൂമറുടെ വരുമാനത്തിലുള്ള മാറ്റം നോക്കണ്ട, ആ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇൻ അതർ വേർഡ്സ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് എക്സ്, ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് എക്സ് പർച്ചേസ്ഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദി പ്രൈസ് ഓഫ് എക്സ്. കമ്മോഡിറ്റി എക്സിൻ്റെ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ കമ്മോഡിറ്റി എക്സിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങുന്ന അളവിൽ മാറ്റം വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇപ്പോൾ കമ്മോഡിറ്റി എക്സിൻ്റെ വിലയിൽ മാറ്റം വന്നു, അപ്പോൾ നമ്മൾ അതിൻ്റെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വാങ്ങുന്ന അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. While the consumer's real income is held constant, കൺസ്യൂമറുടെ റിയൽ ഇൻകം എന്തായിരിക്കും, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. The substitution effect is shown by the movement along the original indifference curve. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കാണിക്കുന്നത് എങ്ങനെയാണ്, ബൈ ദി മൂവ്മെൻറ്റ് അലോങ് ദി ഒറിജിനൽ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിലുള്ള മാറ്റത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ, ഇൻഡിഫറൻസ് കർവിൽ മാത്രമുള്ള മാറ്റം. ഓക്കെ, ഒറിജിനൽ ഇൻഡിഫറൻസ് കർവിലുള്ള മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കാണിക്കുന്നത്. ഇനി എന്താണ് ഇൻകം ഇഫക്റ്റ് എന്നുള്ളത് നോക്കാം. The income effect of a change in the price of one commodity is the change in the quantity resulting exclusively from a change in real income. All other prices and money income held constant. അപ്പോൾ ഇൻകം ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, the income effect of a change in the price of one commodity is the change in quantity resulting exclusively from a change in real income. അതായത് ഒരാളുടെ വരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അയാൾ വാങ്ങുന്ന കമ്മോഡിറ്റിൻ്റെ അളവിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്. അവിടെ എല്ലാ മറ്റ് പ്രൈസസും, ഓൾ അതർ പ്രൈസസ് ആൻഡ് മണി ഇൻകം ഹെൽഡ് കോൺസ്റ്റൻറ്റ്, എല്ലാ പ്രൈസും അതുപോലെ മണി ഇൻകം കോൺസ്റ്റൻ്റ് ആയിരിക്കും. In other words, the income effect is the change in the quantity of X purchased due to a change in the real income of the consumer caused by a change in the price of X. Okay. Quantity of Xൽ എന്തെങ്കിലും മാറ്റം വരും അല്ലേ, ക്വാണ്ടിറ്റി ഓഫ് എക്സിൽ പർച്ചേസ് ചെയ്യുന്നതിന് മാറ്റം വരും. എങ്ങനെയാണ് മാറ്റം വരുന്നത്, ചേഞ്ച് ഇൻ ദി റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, കൺസ്യൂമറുടെ വരുമാനത്തിൽ മാറ്റം വരും. കൺസ്യൂമറുടെ വരുമാനത്തിൽ എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് പറഞ്ഞത്, പ്രൈസ് ഓഫ് എക്സ് മാറി അല്ലേ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് ഓഫ് എക്സ് കുറവാവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഇൻകം ഒരാളുടെ കയ്യിലുണ്ടാവും അല്ലേ, കുറയുന്നത് അത്രയും ഇൻകം ഒരാളുടെ കയ്യിലുണ്ടാവും, അപ്പോൾ കൂടുതൽ വാങ്ങാൻ കഴിയും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഗ്രാഫ് കൂടെ നോക്കാം. അതായത് പ്രൈസ് ഇഫക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നും അതുപോലെ ഇൻകം ഇഫക്റ്റ് എന്നും വേർതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഗ്രാഫ് കണ്ടല്ലോ, ഇതിൽ എക്സ് ആക്സിസിൽ കമ്മോഡിറ്റി എക്സും വൈ ആക്സിസിൽ കമ്മോഡിറ്റി വൈയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രൈസ് ലൈൻ ഏതൊക്കെയാണ്, PL1, PL2, C ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒറിജിനൽ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് PL1 ആണ് അല്ലേ, ഒറിജിനൽ ഇൻഡിഫറൻസ് കർവ് IC1 ആണ്. അപ്പോൾ IC1ഉം PL1ഉം തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, അതായത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ടാൻജൻറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണ്, A ആണല്ലേ. അപ്പോൾ ഇവിടെയാണ് ആദ്യം കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തിയിരുന്നത്. എന്താ കാരണം, ഇൻഡിഫറൻസ് കർവ് 1ഉം അതുപോലെ PL1ഉം തമ്മിൽ ടാൻജൻറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഈ ഒരു ഭാഗത്താണ്, ഈ A എന്ന് പറയുന്ന പോയിൻ്റാണ്. ഈ ഒരു A എന്ന പോയിന്റിൽ നിന്ന് താഴേക്ക്, അതായത് എക്സ് ആക്സിലേക്ക് വരച്ചാൽ എത്രയാണ് ആ കൺസ്യൂമർ എക്സ് വാങ്ങിയത് എന്നുള്ളത് കിട്ടും. എത്രയാണ് കൺസ്യൂമർ എക്സ് വാങ്ങിയത്, അതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും. എത്രയാണ്, OX1. ഓക്കെ. ഇനി ഇവിടുന്ന് എയിൽ നിന്ന് വൈ ആക്സിസിലേക്ക് വരച്ചാൽ എന്താ കിട്ടുക, കമ്മോഡിറ്റി വൈ എത്ര വാങ്ങുന്നത് എന്നുള്ളത് കിട്ടും അല്ലേ, അങ്ങനെയല്ലേ വരിക. ഇനി പ്രൈസ് ഓഫ് എക്സിൽ മാറ്റം വന്നാൽ, അതായത് പ്രൈസ് ഓഫ് എക്സ് കുറഞ്ഞാൽ ആ കമ്മോഡിറ്റി നമ്മൾ കൂടുതൽ വാങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രൈസ് ഓഫ് എക്സ്
കുറഞ്ഞാൽ കൺസ്യൂമർ കൺസംഷൻ കൂട്ടും. അതായത് പ്രൈസ് ലൈൻ ഷിഫ്റ്റ് ചെയ്തു. എക്സ് ആക്സിസിൻ്റെ ഭാഗത്തേക്ക് കൂടുതലായിട്ടില്ലേ. വൈ ആക്സിസ് സെയിം തന്നെയാണ്. എക്സ് ആക്സിസ് L1 നിന്ന് L2 മാറി. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് പുതിയത് വന്നില്ലേ, ഹയർ ഇൻഡിഫറൻസ് കർവ് വന്നു. അവ തമ്മിൽ ടാൻജൻറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് സി. ഓക്കെ, അപ്പോൾ പുതിയൊരു ഇക്വിലിബ്രിയം പോയിൻ്റ് കിട്ടി. അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് വരുന്നൊരു മാറ്റം ഉണ്ടല്ലോ, അതാണ് എന്ത് പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എയിൽ നിന്ന് സിയിലേക്ക് വരുന്നൊരു മാറ്റം. അപ്പോൾ ഈ സിയിൽ നിന്ന് താഴേക്ക് വരച്ചാൽ എക്സ് എത്ര ക്വാണ്ടിറ്റി വാങ്ങി എന്നുള്ളത് കിട്ടും അല്ലേ. എത്രയാണ്? X3. ഇത് X3 ആണ് കേട്ടോ. അപ്പോൾ X3 എമൗണ്ട് വാങ്ങി. അപ്പോൾ ആദ്യം OX1 നിന്ന് OX3 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ മാറ്റം, അപ്പോൾ എത്ര കൂടുതൽ വാങ്ങാൻ കഴിയും? X1 നിന്ന് X3. X1 നിന്ന് X3 എന്ന എമൗണ്ട് കൂടുതൽ വാങ്ങാൻ കഴിയും. ഇതാണ് എന്ത് പ്രൈസ് ഇഫക്റ്റ് അല്ലേ. പ്രൈസ് ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും എമൗണ്ട് വാങ്ങാൻ കഴിഞ്ഞത്. ഇനി ഈ പ്രൈസ് ഇഫക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നും അതുപോലെ ഇൻകം ഇഫക്റ്റ് എന്നും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നില്ലേ, ഡീകമ്പോസ് ചെയ്യാം. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റാണ് പറയാൻ പോകുന്നത്. നമ്മൾ പ്രൈസ് ഇഫക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നും ഇൻകം ഇഫക്റ്റുമായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് ഗ്രാഫ് വരച്ച് പറയുകയാണല്ലോ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് കേട്ടോ ഇനി നോക്കുന്നത്. The substitution effect illustrates how the change in relative prices alone affects consumption independently of any change in real income. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്താണ് പറയുന്നത്? കമ്മോഡിറ്റീൻ്റെ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അതെങ്ങനെയാണ് കൺസംഷനെ ബാധിക്കുക എന്നുള്ളതാണ്. അതായത് കൺസ്യൂമറുടെ റിയൽ ഇൻകം, കൺസ്യൂമർക്ക് എത്രയാണോ കിട്ടുന്നത്, 500 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ആ 500 രൂപയിൽ ഒരു മാറ്റവുമില്ല. ആ 500 രൂപയിൽ മാറ്റം വരാതെ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ മാറ്റം വന്നാൽ എങ്ങനെയാണ് കൺസംഷനിൽ മാറ്റം വരിക എന്നുള്ളത് കേട്ടോ. അപ്പോൾ 500 രൂപയാണെന്നുണ്ടെങ്കിൽ 500 രൂപയിൽ ഒരു മാറ്റവും ഇല്ല. ഇപ്പോൾ കമ്മോഡിറ്റിൻ്റെ പ്രൈസിൽ മാറ്റം വന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡുകളിൽ മാറ്റം വരിക എന്നുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൊണ്ട് പറയുന്നത്. So the substitution effect can be isolated from the income effect by keeping the real income of the consumer constant. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഇൻകം ഇഫക്റ്റ് ആണ് അല്ലേ. ബൈ കീപ്പിംഗ് ദി റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ കോൺസ്റ്റന്റ്. ഇൻകം ഇഫക്റ്റിൽ നിന്ന് വേർതിരിച്ച് പറയാൻ കഴിയും. അതായത് കൺസ്യൂമറുടെ വരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. കൺസ്യൂമറുടെ വരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല, കൺസ്യൂമറുടെ റിയൽ ഇൻകത്തിൽ ഒരു മാറ്റവും ഇല്ല. മാറ്റം എവിടെയാണ് വരുന്നത്? കമ്മോഡിറ്റിയുടെ പ്രൈസിലാണ് മാറ്റം വരുന്നത്. സോ വെൻ the price of a good falls, a consumer's real income increases, which affects the consumption of the good. അപ്പോൾ കൺസ്യൂമർക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. പക്ഷേ കമ്മോഡിറ്റിയുടെ പ്രൈസ് മാറുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമറുടെ വരുമാനത്തിൽ മാറ്റം വരും അല്ലേ. കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രൈസ് കൊടുക്കണ്ടല്ലോ. ആദ്യം 50 രൂപയാണ് ഒരു സാധനം വാങ്ങാൻ കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20 കൊടുത്താൽ മതിയെങ്കിൽ ബാക്കി ബാലൻസ് എത്രയുണ്ട്? 30 രൂപ ഒരാളുടെ കയ്യിലുണ്ടാവും അല്ലേ. 30 നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ 450 ഉള്ളതിൽ നിന്ന് 30 കൂടെ കൂട്ടിയാൽ എത്രയായി? 480 രൂപ അവരുടെ ഇൻകമായി. ഓക്കെ, അപ്പോൾ കൺസ്യൂമറുടെ വരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ആ മാറ്റം വരുന്ന ബാക്കി പൈസ ഉണ്ടല്ലോ, അത് നമുക്ക് ആ മണി ഇൻകത്തിലേക്ക് കൂട്ടാൻ പറ്റും. സോ ദ മണി ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് റെഡ്യൂസ്ഡ് ബൈ ആൻ എമൗണ്ട് ജസ്റ്റ് സഫീഷ്യൻറ്റ് ടു മെയിൻറ്റെയിൻ ഹിസ് റിയൽ ഇൻകം കോൺസ്റ്റൻറ്റ്. അപ്പോൾ കൺസ്യൂമറുടെ മണി ഇൻകത്തിൽ ഒരു റിഡക്ഷൻ വരും. എത്ര റിഡക്ഷൻ വരും? ബൈ ആൻ എമൗണ്ട് ജസ്റ്റ് സഫീഷ്യൻറ്റ് ടു മെയിൻറ്റെയിൻ ഹിസ് റിയൽ ഇൻകം കോൺസ്റ്റൻറ്റ്. റിയൽ ഇൻകത്തിൽ ഒരു മാറ്റവും വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമറുടെ വരുമാനത്തിൽ എന്ത് ചെയ്യും? കുറവ് വരാം. This is shown by the parallel shift in the price line to the left hand side by the line CC dash. Okay, ഈ ഒരു സംഭവം എങ്ങനെയാണ് കാണിക്കുന്നത്? This is shift in the price line to the left hand side by the line CC. Okay, അപ്പോൾ കൺസ്യൂമറുടെ മണി ഇൻകം കുറച്ച് കുറയുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. കൺസ്യൂമറുടെ മണി ഇൻകം കുറയുന്നുണ്ട്. എത്രയാണ്? ബൈ ആൻ എമൗണ്ട് ജസ്റ്റ് സഫീഷ്യൻറ്റ് ടു മെയിൻറ്റെയിൻ റിയൽ ഇൻകം കോൺസ്റ്റൻറ്റ്. റിയൽ ഇൻകം കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് കൺസ്യൂമറുടെ മണി ഇൻകം കുറയുന്നുണ്ട്. അതാണ് ഈ ഒരു പ്രൈസ് ലൈന് ലെഫ്റ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് മാറ്റം വന്നു എന്നുള്ളത്.
അല്ലെ. പ്രൈസ് ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റം വന്നു. അതായത് PL2 ആണ് പുതിയതായിട്ട് വന്ന പ്രൈസ് ലൈന്. ആ പ്രൈസ് ലൈനിൻ്റെ നേരെ പാരലായിട്ട് എന്ത് ചെയ്തു, പുതിയൊരു പ്രൈസ് ലൈൻ ഉണ്ടായിട്ടുണ്ടല്ലേ, C എന്ന് പറയുന്നത്. അതായത് മണി ഇൻകത്തിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. ആ കുറവ് വന്നതായതുകൊണ്ട് തന്നെ എന്താണ്, ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്, അല്ലെ. ഇടത് വശത്തേക്ക് താഴത്തേക്ക് പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഈ ഇൻകം ഇഫക്റ്റ് പറയുമ്പോൾ പാരലൽ ഷിഫ്റ്റ് അല്ലേ പറയുന്നത്. അതുകൊണ്ട് C എന്ന് പറയുന്ന പുതിയ പ്രൈസ് ലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. So the point of tangency between the new price line and the original indifference curve IC1 is attained at point E. പുതിയ പ്രൈസ് ലൈനും അതുപോലെ ഒറിജിനൽ ഇൻഡിഫറൻസ് കർവ് IC1ഉം തമ്മിൽ പുതിയൊരു ടാൻജൻസി പോയിന്റ് ഉണ്ടായി. അതാണ് എന്ത്, E എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, E എന്ന് പറയുന്ന ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടായി. The substitution effect is reflected by the increase in the consumption of commodity X from X1 to X2. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ നോക്കുക, E എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് താഴേക്ക് വരച്ചാൽ X ആക്സിലേക്ക് വരച്ചാൽ എത്ര കമ്മോഡിറ്റി X വാങ്ങി എന്നുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ ഇത്രയും ഭാഗം എന്താണ് ഇത്രയും ഭാഗം പ്രൈസ് ഇഫക്റ്റാണ്. ഈ പ്രൈസ് ഇഫക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും ആയിട്ട് നമ്മൾ വേർതിരിക്കുകയാണല്ലോ ഇപ്പോൾ പുതിയതായിട്ടുള്ളൊരു ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടിയത് നമ്മൾ പറഞ്ഞാൽ എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് താഴേക്ക് വരച്ചാൽ X2 കിട്ടും. ഇവിടുന്ന് ഉള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു X1. അപ്പോൾ ഇത്രയും വരുന്ന മാറ്റം ഉണ്ടല്ലോ, ഈ X1ൽ നിന്ന് X2ലേക്ക് വരുന്ന മാറ്റം, അല്ലെങ്കിൽ Aയിൽ നിന്ന് Eയിലേക്ക് വരുന്ന മാറ്റം, അതാണ് എന്ത്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഓക്കെ, ഈ X1ൽ നിന്ന് X3 വരെയുള്ളത് എന്താണ്, പ്രൈസ് ഇഫക്റ്റ്. പ്രൈസ് ഇഫക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റായിട്ടും ഇൻകം ഇഫക്റ്റായിട്ടും കാറ്റഗറൈസ് ചെയ്തു അല്ലേ. അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, so the movement from A to E along the original indifference curve IC1 represents the substitution effect. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഒറിജിനൽ ഇൻഡിഫറൻസ് കർവിൽ തന്നെ മൂവ് ചെയ്യാതിരിക്കുന്നു അല്ലേ. ഒറിജിനൽ ഇൻഡിഫറൻസ് കർവിലെ മൂവ്മെൻറ്റോട് കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പറയാൻ കഴിയും. Since it shows the substitution of X, the good that has declined in price for Y assuming no change in the real income. ഓക്കെ, അപ്പോൾ X1ൽ നിന്ന് X2ലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു മാറ്റമാണ് എന്ത്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റായിട്ട് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻകം ഇഫക്റ്റ് എങ്ങനെയാണ് ഈ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ദ ഇൻകം ഇഫക്റ്റ് ഈസ് ഷോൺ ബൈ ദി ചേഞ്ച് ഇൻ കൺസംഷൻ വെൻ ദ കൺസ്യൂമർ മൂവ്സ് ഫ്രം E to C. അത് ഇൻകം ഇഫക്റ്റ് ഇവിടെ കാണിക്കുന്നത്, ഡയഗ്രത്തിൽ കാണിക്കുന്നത് എങ്ങനെയാണ്, കൺസ്യൂമർ Eയിൽ നിന്ന് Cയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ്. Thus the increase in consumption of commodity X from X2 to X3 shows the income effect. അത് ഗ്രാഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Eയിൽ നിന്ന് Cയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ലേ, Eയിൽ നിന്ന് Cയിലേക്ക്, അതായത് കൺസ്യൂമറുടെ വരുമാനം ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് Cയിൽ നിന്ന് C' നിന്ന് ഷിഫ്റ്റ് ചെയ്തല്ലോ PL2 എന്ന് പറയുന്നതിലേക്ക്, ഇൻകം ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് അതിനർത്ഥം. ഇപ്പോൾ Eയിൽ നിന്ന് Cയിലേക്ക് മൂവ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഇൻകം ഇഫക്റ്റായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ PL2 അല്ലേ, C' ഒരു പാരലൽ മൂവ്മെൻ്റ് ആണ് PL2 എന്ന് പറയുന്നത്. എ പാരലൽ മൂവ്മെൻറ്റ് ഇൻ ദി ബജറ്റ് ലൈൻ ഇൻഡിക്കേറ്റ്സ് എ ചേഞ്ച് ഇൻ റിയൽ ഇൻകം ബട്ട് നോ ചേഞ്ച് ഇൻ റിലേറ്റീവ് പ്രൈസ്. ഇപ്പോൾ ഒരു പാരലൽ മൂവ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ പാരലൽ മൂവ്മെൻറ്റ് ഇൻ ദി ബജറ്റ് ലൈൻ ഇൻഡിക്കേറ്റ്സ് എ ചേഞ്ച് ഇൻ റിയൽ ഇൻകം ബട്ട് നോ ചേഞ്ച് ഇൻ റിലേറ്റീവ് പ്രൈസ്. പ്രൈസിലൊരു മാറ്റവും ഇല്ലാതെ ഇൻകത്തിൽ മാറ്റം വരികയാണെന്നുണ്ടെങ്കിലാണ് ബജറ്റ് ലൈനിൽ പാരലൽ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ദ ഇൻകം ഇഫക്റ്റ് ഓഫ് എ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എ ഗുഡ് ഷോസ് ദി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് വൈ ചേഞ്ച് ഇൻ റിയൽ ഇൻകം വൈൽ ദി റിലേറ്റീവ് പ്രൈസ് റേഷ്യോ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇൻകം ഇഫക്റ്റിലൂടെ കാണിക്കുക എന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വന്നു, എന്തുകൊണ്ട്, റിയൽ ഇൻകത്തിൽ മാറ്റം വന്നതുകൊണ്ട്. ഇപ്പോൾ ഗ്രാഫിലേക്ക് തന്നെ വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ X1 X2 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റായിട്ട് പറഞ്ഞത് അല്ലേ. അപ്പോൾ
ഇയിൽ നിന്ന് സിയിലേക്ക് വരുന്നൊരു മാറ്റം ഉണ്ട്, നേരെ വരച്ചാൽ കിട്ടുന്നത് x3. അപ്പോൾ x2-ൽ നിന്ന് x3-ലേക്കുള്ള മാറ്റം എന്താണ്? ഇൻകം ഇഫക്റ്റ് ആണ്. അപ്പോൾ മൊത്തം x1 x3 ആണ് പ്രൈസ് ഇഫക്റ്റ് എങ്കിൽ അതിൽ x1 x2 സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും x2 x3 ഇൻകം ഇഫക്റ്റും ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്ത് ഹിക്സിയൻ മെത്തേഡിൽ ഡീകമ്പോസിഷൻ ഓഫ് പ്രൈസ് ഇഫക്റ്റ് ഇൻടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആൻഡ് ഇൻകം ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഫോർ എ നോർമൽ ഗുഡ് ഹിക്സിയൻ മെത്തേഡ് ആയിരുന്നു അല്ലേ. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഫോർ എ നോർമൽ ഗുഡ് സ്ലഡ്സ്കീസ് മെത്തേഡ്. അതിലെന്തൊക്കെയാണ് പറയുന്നുള്ളത് നോക്കാം. ദ പ്രൈസ് ഇഫക്റ്റ് ക്യാൻ ബി ഡീകമ്പോസ് ഇൻ ടു ആൻ ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ബൈ ഹോൾഡിംഗ് ദി റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻ എ ഡിഫറെൻറ്റ് വേ. അപ്പോൾ പ്രൈസ് ഇഫക്റ്റിനെ ഇൻകം ഇഫക്റ്റായിട്ടും അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റായിട്ടും ഡീകമ്പോസ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ്? ബൈ ഹോൾഡിംഗ് ദ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻ എ ഡിഫറെൻറ്റ് വേ. പല രീതിയിൽ ഒരു കൺസ്യൂമറുടെ റിയൽ ഇൻകത്തെ മാറ്റിക്കൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം ഇഫക്റ്റായിട്ട് പ്രൈസ് ഇഫക്റ്റിനെ ഡീകമ്പോസ് ചെയ്യാം, വേർതിരിക്കാം. ദിസ് മെത്തേഡ് വാസ് സജസ്റ്റഡ് ബൈ യൂജൻ സ്ലഡ്സ്കി. ആരാണ് ഈ മെത്തേഡ് സജസ്റ്റ് ചെയ്തത്? യൂജൻ സ്ലഡ്സ്കി. Slutsky substitution effect is defined as the change in consumption after compensating the consumer to hold his real income constant. Slutskyൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ചേഞ്ച് ഇൻ കൺസംഷനിൽ വരുന്ന മാറ്റം അല്ലേ. ആഫ്റ്റർ എപ്പോഴാണ്? ആഫ്റ്റർ കോമ്പൻസേറ്റിംഗ് ദി കൺസ്യൂമർ ടു ഹോൾഡ് ഹിസ് റിയൽ ഇൻകം കോൺസ്റ്റൻറ്റ്. റിയൽ ഇൻകത്തിൽ ഒരു മാറ്റവും വരാതെ അത് കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിക്കൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് അതിലെന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയിട്ട് കൺസംഷനിൽ മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് സ്ലഡ്സ്കിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഓക്കെ, സ്ലഡ്സ്കി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ചേഞ്ച് ഇൻ കൺസംഷൻ ആഫ്റ്റർ കോമ്പൻസേറ്റിംഗ് ദ കൺസ്യൂമർ ടു ഹോൾഡ് ഈസ് റിയൽ ഇൻകം കോൺസ്റ്റൻറ്റ്. അപ്പോൾ റിയൽ ഇൻകം കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിക്കൊണ്ടതിന് ശേഷം കൺസംഷനിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റായിട്ട് സ്ലഡ്സ്കി പറഞ്ഞിട്ടുള്ളത്. So this figure illustrates Slutsky's method. Okay, the consumer is initially in equilibrium at point A where the indifference curve IC1 is tangent to the price line PL1. അപ്പോൾ ഒറിജിനൽ പോയിന്റ്, അതായത് കൺസ്യൂമർ ഇനീഷ്യലി തുടക്കത്തിൽ ഇക്വിലിബ്രിയം പോയിന്റ് ഏതാണ്? പോയിന്റ് എ. ഓക്കെ, അവിടെ IC1ഉം അതുപോലെ PL1 എന്ന് പറയുന്ന പ്രൈസ് ലൈനും എന്താണ്? ടാൻജൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇനീഷ്യൽ ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, ഇഫ് ദ പ്രൈസ് ഓഫ് എക്സ് ഫോൾസ് ദ പ്രൈസ് ലൈൻ ഷിഫ്റ്റ് ഫ്രം PL1 ടു PL2. അപ്പോൾ PL1ൽ നിന്ന് PL2യിലേക്ക് എന്ത് ചെയ്തു? മാറി അല്ലേ. എപ്പോൾ? എക്സിൻ്റെ വില കുറഞ്ഞപ്പോൾ PL1ൽ നിന്ന് PL2യിലേക്ക് പ്രൈസ് ലൈന് ഷിഫ്റ്റ് ചെയ്തു. അതാണ് എന്ത്? പ്രൈസ് ഇഫക്റ്റ്. സോ ദ കൺസ്യൂമർ മൂവ്സ് ടു ദ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് C വിച്ച് ഈസ് ഓൺ ഹയർ ഇൻഡിഫറൻസ് കർവ് IC3 അല്ലേ. IC1ലായിരുന്നു ആദ്യമെങ്കിൽ ഇപ്പോൾ IC3യിലായി എന്ത്? കൺസ്യൂമർ നിൽക്കുന്നത്. അപ്പോൾ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടി. ഏതാണ്? C. സോ എയിൽ നിന്ന് സിയിലേക്ക് വരുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതാണ് പ്രൈസ് ഇഫക്റ്റ്. സോ ദ മൂവ്മെൻറ്റ് ഫ്രം ഇനീഷ്യൽ ഇക്വിലിബ്രിയം പോയിന്റ് എ ടു ദ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് സി ഈസ് ടേംഡ് ആസ് പ്രൈസ് ഇഫക്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ, X1ൽ നിന്ന് X3യിലേക്ക് മാറി. അപ്പോൾ X1 ടു X3 എന്ന് പറയുന്ന ഈ ഒരു അളവില്ലേ, ഇത് മൊത്തത്തിൽ പറയുന്നതാണ് പ്രൈസ് ഇഫക്റ്റിനെ. ഓക്കെ, so Slutsky keeps the real income of the consumer constant when the price of a commodity falls by allowing the consumer to purchase the same basket of goods as before the price change. Thus, the imaginary budget line MM drawn parallel to the budget line PL2 which goes through the original equilibrium point A shows the compensating variation in income. ഇപ്പോൾ സ്ലഡ്സ്കി ചെയ്യുന്നത് എന്താണ്? കൺസ്യൂമറുടെ ഇൻകം കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തുകയാണ് അല്ലേ. അതായത് കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞാലും കൺസ്യൂമർക്ക് ആദ്യത്തെ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് തന്നെ വാങ്ങാൻ കഴിയുന്ന രീതിയിലാണ് സ്ലഡ്സ്കി അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, കൺസ്യൂമറുടെ
വില കുറഞ്ഞാലും കൺസ്യൂമർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് വാങ്ങാൻ കഴിയുന്ന രീതിയിലാണ് എന്ത് ചെയ്തത് സ്ലെഡ്സ്കി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ദസ് ദി ഇമാജിനറി ബജറ്റ് ലൈൻ, ഒരു ഇമാജിനറി ബജറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഏതാണ്? MM. ഓക്കെ, ഡ്രോൺ പാരലൽ ടു ദി ബജറ്റ് ലൈൻ PL2. അപ്പോൾ PL2 എന്നുള്ള പ്രൈസ് ലൈനിന് പാരലായിട്ട് MM എന്ന് പറയുന്ന ഒരു ബജറ്റ് ലൈൻ, അതായത് പ്രൈസ് ലൈൻ കൂടെ വരച്ചിട്ടുണ്ട്. സോ വിച്ച് ഗോസ് ടു ദി ഒറിജിനൽ ഇക്വിലിബ്രിയം പോയിന്റ്. ആ വരച്ചിട്ടുള്ള പ്രൈസ് ലൈന് പോകുന്നത് A എന്ന് പറയുന്ന ആദ്യത്തെ ഇക്വിലിബ്രിയം പോയിന്റിലൂടെയാണ്. അപ്പോൾ ഇൻകത്തിൽ മാറ്റം, പ്രൈസിൽ മാറ്റം വന്നാലും റിയൽ ഇൻകം കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തുകയാണ്. റിയൽ ഇൻകം കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിക്കൊണ്ട് ഓൾറെഡി ഉണ്ടായിരുന്ന കോമ്പിനേഷൻ ഓഫ് ഗുഡ്സിനെ, അതായത് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിനെ വാങ്ങാൻ കഴിയുന്ന രീതിയിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. So it shows the compensating variation in income. Okay. നമ്മൾ പുതിയ ഒരു MM എന്ന് പറയുന്ന ഒരു ബജറ്റ് ലൈന് വരച്ചു അല്ലേ. അപ്പോൾ അവിടെ പുതിയ ഒരു ഹയർ ഇൻഡിഫറൻസ് കർവ്, അതായത് IC2, IC1നേക്കാളും ഹയർ ആയിട്ട് വരുന്ന IC2 ആണല്ലോ. IC2 ആയിട്ട് ടാൻജൻറ്റ് ചെയ്യുന്നുണ്ട് B എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ അവിടെ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടി. B എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ആണല്ലോ. അപ്പോൾ അതിന് താഴേക്ക് വരച്ചാൽ X2 അല്ലേ. അപ്പോൾ Aയിൽ നിന്ന് Bയിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആയിട്ട് പറയുന്നത് അല്ലേ. MM എന്ന് പറയുന്ന പുതിയ ബജറ്റ് ലൈനും അതുപോലെ IC2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവും തമ്മിൽ ടാൻജൻറ്റ് ചെയ്യുന്ന പോയിന്റാണ് പോയിന്റ് B. അപ്പോൾ Aയിൽ നിന്ന് Bയിലേക്കുള്ള ആ മാറ്റമാണ് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അപ്പോൾ ഇത്രയും വരുന്ന മാറ്റം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. ഓക്കെ, X1ൽ നിന്ന് X2യിലേക്ക് മാറിയല്ലോ എമൗണ്ട് ഓഫ് X, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇനി Bയിൽ നിന്ന് Cയിലേക്ക് വരുന്ന മാറ്റം അതെന്തായിരിക്കും? ഇൻകം ഇഫക്റ്റ് അല്ലേ. ഇൻകം വർദ്ധിച്ചാൽ Cയിലേക്ക് മൂവ് ചെയ്യും. പുതിയ IC3 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവും PL2 എന്ന് പറയുന്ന പ്രൈസ് ലൈൻ നമ്മൾ ടാൻജൻറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ Bയിൽ നിന്ന് Cയിലേക്കുള്ള മാറ്റം ഇൻകം ഇഫക്റ്റ് ആയിട്ടും പറയാം. അപ്പോൾ X1 X3 എന്ന് പറയുന്നതിൽ X1 X2 സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും X2 X3 എന്ന് പറയുന്നത് ഇൻകം ഇഫക്റ്റുമാണ്. ഓക്കെ, അപ്പം A B C എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഓരോ കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. Aയിൽ നിന്ന് Bയിലേക്ക് വരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും Bയിൽ നിന്ന് Cയിലേക്ക് വരുന്നത് ഇൻകം ഇഫക്റ്റും A to C ആവുമ്പോൾ വരുന്നത് എന്താണ്? പ്രൈസ് ഇഫക്റ്റും ആണ്. ഓക്കെ, നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. The imaginary budget line is tangent to a higher indifference curve IC2. The movement from the original equilibrium point to the point where the imaginary budget line is tangent to the higher indifference curve represent the Slutsky's substitution effect. Thus, the movement from A to B and the corresponding change in the quantity demanded X1, X2 is the substitution effect. ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. The income effect is shown by the change in consumption when the consumer moves from B to C. Thus, the change in quantity demanded X2, X3 is the result of the income effect. അപ്പോൾ ഇത്രയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം ഇഫക്റ്റ് ഓഫ് സ്ലെഡ്സ്കീസ് മെത്തേഡ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്ലെഡ്സ്കീസ് തിയറം. സ്ലെഡ്സ്കിയുടെ തിയറം എന്താണെന്നുള്ളതാണ്. Slutsky's theorem states that the substitution effect of a price change is always negative. Slutsky's തിയറത്തിൽ പറയുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പ്രൈസിൻ്റെ ഭാഗമായിട്ട് വരുന്ന, പ്രൈസിൽ മാറ്റം വരുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. So the negative substitution effect reduces the quantity demanded when the price of a good increases and increases the quantity demanded when the price is lowered. നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഉണ്ടാകുമ്പോൾ അത് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയ്ക്കുകയും ചെയ്യും, പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. Okay, the negative substitution effect reduces the quantity demanded when the price of a good increases and increases the quantity demanded when the price is lower. Thus, the law of demand is derived in the indifference curve approach from Slutsky's theorem. അപ്പോൾ Slutsky's theorem ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിഫറൻസ് കർവിൽ നമുക്ക് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൽ നമുക്ക് ലോ ഓഫ് ഡിമാൻഡും കൂടെ ഡിറൈവ് ചെയ്യാൻ കഴിയും. ഓക്കെ, thus the law of demand is derived in the indifference curve approach from Slutsky's theorem. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്?
പ്രൈസ് ഇഫക്റ്റും അതുപോലെ പ്രൈസ് ഇഫക്റ്റിനെ ഡീകമ്പോസ് ചെയ്യുക അല്ലെ, വേർതിരിക്കുക. ഇൻകം ഇഫക്റ്റായിട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റായിട്ടും. അപ്പോൾ നോർമൽ ഗുഡിൻ്റെ കേസിൽ പ്രൈസ് ഇഫക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റായിട്ടും ഇൻകം ഇഫക്റ്റായിട്ടും വേർതിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ആരുടെയൊക്കെ മെത്തേഡാണ്? ഒന്ന് ഹിക്സിയൻ മെത്തേഡും അതുപോലെ സ്ലഡ്സ്കീസ് മെത്തേഡും. ഓക്കെ.